കുറച്ച് അറക്കാണ് കുട്ടികളെ കിട്ടി, കുഞ്ഞുങ്ങളാണ്. അപ്പോൾ ഒന്ന് വെട്ടി കറി വയ്ക്കുകയും കുറച്ച് വറക്കുകയും ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ചക്കറി വെട്ടണ വട്ടിയും കൂടുമ്പോൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പച്ചക്കറിയൊക്കെ വെട്ടുമ്പോൾ ഭയങ്കര മണമായിരിക്കും. അപ്പോൾ ഞാനൊരു കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് എനിക്ക് വെട്ടാനും പറ്റും. അപ്പോൾ ഞാനൊരു പഴയ കട്ടിംഗ് ബോർഡ് അടിക്കണ്ടായിരുന്നു, അതൊന്ന് വെറുതെ എടുത്ത് കഴുകി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനങ്ങനെ കട്ട് ചെയ്യലൊന്നുമില്ല, ആദ്യമായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ യൂട്യൂബിലും അതിലൊക്കെ കണ്ട് ഉള്ള ഒരു രീതിക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിൻ്റെ വാലും സൈഡിലെ മുള്ളൊക്കെ കളഞ്ഞ് പിന്നെ തൊലി ഇടിച്ച് അങ്ങനെയാണ് നമ്മൾ കഷ്ണിക്കുന്നത്. കഷ്ണിച്ചതിന് ശേഷം നമ്മൾ പിന്നെ ഉപ്പൊക്കിട്ട് നന്നായി കഴുകുമല്ലോ. അപ്പോൾ കട്ടിംഗ് ബോർഡിൻ്റെ കളർ കണ്ടിട്ട് ആരും വിചാരിക്കണ്ട, പച്ചക്കറി വെട്ടണതിൽ വെട്ടണ്ടെന്ന് വിചാരിച്ചിട്ടൊരു പഴയ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൽ വെട്ടിയതാണ്. അഴുക്കൊന്നല്ല, അത് ഒരു കറുത്ത കളർ തന്നെ പിടിച്ചിട്ടുള്ളതാണ്. നന്നായി വരച്ച് കഴുകിയിട്ട് ഇനി എടുക്കാം. അപ്പോൾ നമുക്ക് മീൻ വൃത്തിയാക്കി എടുക്കാം. തൊലിയൊക്കെ ഉരിഞ്ഞ് കഷ്ണിച്ച് ചെറിയ മീനല്ല, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാണ് ആക്കിയത്. കുറച്ച് കുട്ടികൾക്ക് കൊടുക്കാം, ബാക്കി നമുക്ക് കറി വയ്ക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു മുളക് കറി ആണ് ഉണ്ടാക്കുന്നത്, തേങ്ങ അരച്ചിട്ടല്ല. അപ്പോൾ കഷ്ണിച്ച് വെച്ച് കുറച്ച് ഭാഗം നല്ല കഷ്ണങ്ങൾ നോക്കി വറക്കാനും മാറ്റി വെച്ചു. തലയും വാലും അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കറി വയ്ക്കാനും എടുത്ത് വെച്ചു. അപ്പോൾ വറക്കാനുള്ളതിൽ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഒക്കെ ഇട്ടിട്ടാണ്, ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിടും ഒരു മണത്തിന് വേണ്ടി. അപ്പോൾ വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും. എന്നിട്ടെല്ലാം കൂടെ നമ്മൾ തിരിഞ്ഞ് എടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇഞ്ചി ഇടാറില്ല, ഇഞ്ചി ഇട്ടാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഞാനങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇടാറില്ല. ജസ്റ്റ് വറക്കണതിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും കറിവേപ്പിലയും ചതച്ചിടുക, അത്ര ചെയ്യാറുണ്ട്. ഞാനത് പറ്റി വെച്ചതിന് ശേഷം നമുക്കിനി കറി വയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇത് മസാല പിടിക്കുന്നതിൻ്റെ ഉള്ളിൽ നമുക്ക് കറി വയ്ക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതിൽ കാശ്മീരി ചില്ലിപ്പൊടിയും സാധാരണ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. കുറച്ച് വെള്ളത്തിൽ അത് കലക്കി വെച്ചതിന് ശേഷം നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് പാൻ വെക്കേണ്ടവർക്ക് പാൻ വയ്ക്കാം, അതല്ലെങ്കിൽ ചട്ടിയിൽ തന്നെ ഡയറക്റ്റ് ചെയ്യാം. ഞാൻ ചിലപ്പോൾ ചട്ടിയിലൊക്കെ ഡയറക്റ്റ് ചെയ്യും, ചിലപ്പോൾ പാനിൽ ചെയ്യും. ചട്ടിയിൽ വയ്ക്കുമ്പോൾ പെട്ടെന്ന് ചട്ടി ചൂടാവും കുറച്ച്. പാനിലാകുമ്പോൾ നമുക്ക് സാവകാശം അത് വഴട്ടിയെടുത്തിട്ട് ചട്ടിയിലിട്ട് പിന്നെ തിളപ്പിച്ച് മീനൊക്കെ വിട്ടാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ചതച്ച് ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മൂപ്പിക്കാനായിട്ടിട്ട് അത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിട്ടുള്ള മസാലപ്പൊടികളുണ്ടല്ലോ, കലക്കി വെക്കേണ്ടത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊടിയായിട്ടിടുമ്പോൾ പെട്ടെന്ന് ഒന്നിലേക്ക് അരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കട്ട പിടിക്കാനോ ഒക്കെ ഇതുണ്ട്. കലക്കി വെച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അത് വഴറ്റി എണ്ണ തെളിയണ വരെ വഴറ്റണം, കുഴപ്പമില്ല, നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടും. ഉള്ളി മൂത്ത് വന്നപ്പോൾ നമ്മൾ കലക്കി വെച്ച മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കൂട്ടുണ്ടല്ലോ, അത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കും. അങ്ങനെ നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുക്കും, പച്ചമണം പോണ വരെ, അതായത് എണ്ണ തെളിഞ്ഞ് മുകളിൽ വരണ വരെ നമ്മൾ അത് വഴറ്റിയിടും. അതിന് ശേഷമാണ് ഞാൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുള്ളത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടിയിലിട്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു പുകയാനെടുക്കാനൊക്കെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി എണ്ണ തെളിഞ്ഞതിന് ശേഷം നമ്മൾ ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അത് അതിലേക്ക് ഒഴിച്ചു. കുറച്ച് വെള്ളം കൂടെ ഇനി ഒഴിക്കുമ്പോൾ ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. പച്ചവെള്ളം ഒഴിക്കുന്നതിനേക്കാളും നല്ല കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട്. അപ്പോൾ നമ്മളത് ഒഴിച്ച് കുടപ്പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഒഴിച്ച് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക, മീനിടാം. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചത് ചെയ്തു. ഇനിയിപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ മീൻ വരും. ഇത്തിരി തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അടി പിടിക്കാനൊന്നുമില്ല, നമ്മൾ കലക്കി വെച്ചിട്ടുള്ള അപ്പം മീൻ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങിയതിന് ശേഷം നമ്മൾ മീനെടുത്ത് കണ്ടോ, നന്നായി തിളച്ച് മീൻ നമ്മൾ ഇറക്കിയിട്ട് മീനിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ അടച്ചു വയ്ക്കണം.
കുറച്ച് ഒരു മീഡിയം തീയിലിട്ടിട്ട് നമ്മൾ, കാരണം ഇത് ചെറിയ മീനായിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും, അധികം നേരം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ മീനിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കും. അടച്ച് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഈ ഇടയ്ക്കൊന്ന് ഉപ്പിട്ട് ഈ മീനിട്ടതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് തിളപ്പിക്കണം കേട്ടോ. ഉപ്പിടുന്ന കാര്യം ഞാൻ കാണിച്ചിട്ടില്ലെങ്കിൽ ഉപ്പിടണം. നമ്മൾ ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം കുറച്ച് നേരം അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ തുറന്ന് നോക്കി ഉപ്പും പുളിയും ഒക്കെ നമ്മൾ പരിശോധിക്കണം. പാകത്തിനാണോ അല്ലയോ, പാകത്തിനല്ലെങ്കിൽ നമ്മൾ ഒന്നിലും ഒരു കീറ് കുടപ്പുളിയും കൂടി ഇടുക, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പിടുക. ഏതാണ് കുറവ് വെച്ചാൽ അതിനനുസരിച്ച് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമുക്ക് ചട്ടി അടച്ച് വെച്ചതിന് ശേഷം മീൻ വറക്കണം. ഒരു പാൻ അടപ്പിട്ട് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയതിന് ശേഷം പരട്ടി വെച്ച മീനൊക്കെ നമ്മൾ വറക്കാനിട്ട് ഈ കറി ആകുമ്പോഴത്തേനും നമുക്ക് മീനും വറുത്ത് കിട്ടും. ചെറിയ കഷ്ണങ്ങളായതുകൊണ്ട് വേഗം തന്നെ പരിവായി കിട്ടുകയും ചെയ്യും. അങ്ങനെ നമ്മൾ മീനെല്ലാം നിരത്തി കറി ഇട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മീനിൽ ഞാൻ പറഞ്ഞല്ലോ കാശ്മീരി ചില്ലി പൊടിയാണ് അധികം ഇട്ടിട്ടുള്ളത്, പിന്നെ കുരുമുളക് പൊടി, മറ്റേ മുളക് പൊടി കുറച്ച് ചേർത്ത്. കാശ്മീരി ചില്ലി ചേർക്കുമ്പോഴാണല്ലോ വറവിനൊരു കളറ് കിട്ടുക. എരിവ് നമ്മുടെ ആവശ്യത്തിനാട്ടോ. കുരുമുളക് പൊടി ഇട്ടാൽ അത്രയും നല്ലത്. അതെല്ലാം മറ്റേ ചുവന്ന മുളകാണെങ്കിൽ അതിൻ്റെ എരിവാണെങ്കിൽ അതുണ്ട്. ഈ വറക്കണയിൽ വേണമെങ്കിൽ 2 പച്ചമുളക് കൂടിയിട്ടാലും നല്ലതാണ്, നല്ല ഫ്ലേവർ കിട്ടും. നമ്മളൊരു വട്ടം അത് മറിച്ച് അപ്പം നമുക്ക് മീൻ കറി ഒന്ന് തുറന്ന് നോക്കാം. മീൻ കറി നല്ല ആവിയൊക്കെ വന്നു. അവസാനമായിട്ട് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക, അതിൻ്റെ മുകളിൽ കൂടെ അതുപോലെ കുറച്ച് കറിവേപ്പില ഇടുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ആക്കി വയ്ക്കുക. നമുക്ക് ഇത് ഓഫ് ചെയ്യാം, കാരണം മീൻകറി നന്നായിട്ട് അരിവായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചാറുണ്ട്, കാരണം വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അത് ഇത്തിരി കൂടെ കുറുകിക്കോളും. പിന്നെ ഞാൻ മീൻകറി ഫ്രിഡ്ജിലൊന്നും വയ്ക്കില്ല, ബാക്കിയുണ്ടെങ്കിൽ തന്നെ തിളപ്പിച്ച് വയ്ക്കത്തുള്ളൂ. വൈകുന്നേരം ഒന്നും കൂടെ തിളപ്പിച്ച് വയ്ക്കും. പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും നല്ല ടേസ്റ്റാണ് മീൻകറി. അങ്ങനെ നമ്മൾ എത്ര ദിവസം തിളപ്പിച്ച് വെച്ചാലും ആ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ അതിന് ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. എല്ലാതും ഒന്നും കൂടെ മറിച്ച് തിരിച്ചിട്ടൊക്കെ നോക്കി എല്ലാതും ഫിഷ് റെഡി ആയിട്ടുണ്ട്. ചെറിയ പീസസാണ്, ചെറിയ മീനല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ സെറ്റായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് വീണ്ടും വീഡിയോ ഇടാനുള്ള നമുക്കുള്ളൊരു പ്രചോദനം. അപ്പോൾ എല്ലാവർക്കും